ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിവിടെ ഇന്ന് ഉണ്ടാക്കുന്നത് അങ്കമാലി മാങ്കറി. അങ്കമാലിയിലെ കല്യാണത്തിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു ഐറ്റമാണ് അങ്കമാലി മാങ്കറി. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ ഇന്ന് എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളി, കറിവേപ്പില, സവാള, ഇഞ്ചി, പച്ചമുളക്, പിന്നെ മാങ്കറിക്ക് ആവശ്യമായിട്ടുള്ള ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു തേങ്ങയുടെ കോക്കനട്ട് മിൽക്കാണ്. 1-ാം പാലും 2-ാം പാലും നമ്മളിവിടെ എടുത്തു വച്ചിരിക്കുകയാണ്. നമുക്കതിൻ്റെ മാങ്ങ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മാങ്ങ ആദ്യം ഇതുപോലെ പൂളി എടുക്കുന്നു. അതിനുശേഷം നമ്മൾ നീളത്തിൽ ഇതുപോലെ ഓരോ വലുപ്പത്തിലുള്ള പീസുകളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇവിടെ മാങ്ങയുടെ കട്ടിങ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. അത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി വെക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുത്തു. അതൊന്ന് മിക്സാക്കി മാറ്റി വയ്ക്കുന്നു. നമ്മൾ മാങ്കറി ഉണ്ടാക്കണതിൽ കുറച്ച് മുമ്പ് ഇത് മിക്സാക്കി വെക്കണം. മാങ്ങയുടെ കഷ്ണത്തിൽ ഉപ്പും പുളിയെല്ലാം പിടിക്കുന്നതിന് വേണ്ടിയാണ്. ഇനി നമുക്കതിന് ആവശ്യമായിട്ടുള്ള കട്ടിങ്ങാണ്. ചെറുള്ളി നമ്മൾ ഇതുപോലെ കനം കുറച്ച് സ്ലൈസ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം കട്ട് ചെയ്യുന്നത് നമ്മുടെ സവാളയാണ്. അതും ഇതുപോലെ തന്നെ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കുന്നു. ഇഞ്ചിയും അതുപോലെ തന്നെ നീളത്തിൽ കനം കുറച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പച്ചമുളക് 2ആയിട്ട് കീറിയെടുക്കുകയാണ്. നമ്മുടെ കട്ടിങ് എല്ലാം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മളത് ഒരു പാത്രത്തിലിട്ട് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഒരു പാത്രം എടുത്തു. അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി, സവോള എല്ലാം ഇട്ട് കൊടുത്തു. നമ്മളെല്ലാ കറിയും ഓയിലിൽ വഴറ്റിയാണ് എടുക്കുക സാധാരണ ചെയ്യുന്നത്. പക്ഷെ അങ്കമാലി മാങ്കറിക്ക് നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ പാത്രത്തിലിട്ട് എല്ലാം കൂടി നമ്മൾ ഇടിച്ച് മിക്സാക്കിയാണ് എടുക്കുന്നത്. എന്നിട്ടാണ് കറി വെക്കാനായിട്ട് നമ്മൾ കയറ്റുന്നത്. അതിനുവേണ്ടി 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ വിനാഗിരി കൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളത് നല്ല രീതിയിൽ മിക്സാക്കി എടുക്കണം. ഇഞ്ചിയും സവോളയും പച്ചമുളകും കറിവേപ്പില എല്ലാം കൂടി ശരിക്കും നല്ല രീതിയിൽ കൈകൊണ്ട് ഉടച്ച് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഇതെല്ലാം മിക്സാക്കി നല്ല രീതിയിൽ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. പിന്നെ നമ്മൾ ഇത് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചൂടുവെള്ളത്തിൽ നമ്മൾ കലക്കി വെച്ചിരുന്നതാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത്. അതുകൂടി ചേർത്ത് നമ്മൾ മിക്സാക്കുകയാണ്. നമ്മുടെ മാങ്കറിക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ കറി വെക്കുന്ന പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ്.
നമ്മൾ മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയാണ്. മാങ്ങ അതിലിട്ട് മാങ്ങ ഉടയാതെ മിക്സാക്കി എടുക്കണം. മാങ്ങയൊക്കെ നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് നമ്മൾ എടുത്തു വെച്ച കോക്കനട്ട് മിൽക്കാണ്. അതിൽ 1-ാം പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. 1-ാം പാലിൻ്റെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പാലും ചേർത്ത് ഒന്ന് മിക്സാക്കി എടുക്കണം. 1-ാം പാലിൻ്റെ പകുതി നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ നമ്മുടെ കറി അടുപ്പത്തേക്ക് ഗ്യാസ് അടുപ്പിലേക്ക് വെക്കുകയാണ്. ഇനി ഒഴിച്ചു കൊടുക്കുന്നത് 2-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. രണ്ടാം പാൽ ഒഴിച്ച് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി കറി ഇതിലേക്ക് കിടന്ന് തിളച്ച് നല്ല രീതിയിൽ വെന്ത് വരണം. കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബാക്കിയുള്ള 2-ാം പാൽ കൂടി ചേർത്ത് കൊടുത്തു. നമ്മുടെ മാങ്ങയുടെ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. മാങ്ങയുടെ കഷ്ണമെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉപ്പും പുളിയെല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് ബാലൻസ് എടുത്തു വെച്ച ആ 1-ാം പാലാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്ത് നമ്മളൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യണം. ഇനിയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഐറ്റം. ഇനി അവസാനമായിട്ട് ഇതിന് ടേസ്റ്റ് കൂട്ടുന്നത് നമ്മുടെ താളിപ്പിലാണ്. ഇതിൻ്റെ മാങ്ങക്കറിയുടെ അവസാനമായിട്ടുള്ള ടേസ്റ്റ് വരുന്നത്. അതിന് വേണ്ടി ഒരു ചട്ടിയിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളി, വറ്റൽമുളക്, കറിവേപ്പില 3 ഇട്ട് നമ്മൾ വഴറ്റിയെടുക്കുക. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ചെറുള്ളിയെല്ലാം നല്ല രീതിയിൽ കളറായി വന്നിട്ട് നമ്മൾ തീ ഓഫ് ചെയ്തു. ഇനി നമ്മൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ സാധാ മുളക് പൊടിയാണ്. അതുകൂടി ചേർത്ത് നല്ല മിക്സാക്കി എടുക്കുക. നമ്മൾ തയ്യാറാക്കി വെച്ച മാങ്ങക്കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ അങ്കമാലി മാങ്ങക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. പുതിയൊരു വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ.